നമസ്കാരം. കഴിഞ്ഞ 80 വർഷത്തോളമായി നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്കുവഹിച്ച ഒരു ആഗോള ഭീമനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വേറാരുമല്ല, ലോകബാങ്ക് തന്നെ. യുദ്ധത്തിൽ തകർന്നുപോയ രാജ്യങ്ങളെ പുനർനിർമ്മിക്കാൻ വേണ്ടി തുടങ്ങിയ ഈ സ്ഥാപനം ഇന്നെന്താണ് ചെയ്യുന്നത്? വരൂ, നമുക്കൊന്ന് നോക്കാം. ഈയൊരു ചോദ്യത്തിൽ നിന്നാണ് ശരിക്കും ഈ കഥയെല്ലാം തുടങ്ങുന്നത്. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ സമയം ലോകം മുഴുവൻ ഏതാണ്ട് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഒരു പുതിയ ആശയം ഉടലെടുക്കുന്നത്. അപ്പൊ ലോകബാങ്കിനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിന്റെ തുടക്കത്തിലേക്ക് തന്നെ പോണം. എല്ലാം തുടങ്ങിയത് ആ യുദ്ധത്തിന്റെ കനൽ വഴികളിലാണ്. കഥ തുടങ്ങുന്നത് 1944-ലാണ്. അമേരിക്കയിലെ ബ്രിട്ടൻ വുഡ്സിൽ വെച്ച് ലോക നേതാക്കൾ ഒത്തുകൂടി. അവിടെയാണ് ലോകബാങ്കിന്റെയും IMFന്റെയും പിറവി. തുടക്കത്തിൽ അവരുടെ പ്രധാന ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: യുദ്ധം തകർത്ത യൂറോപ്പിനെ കാലുറപ്പിച്ചു നിർത്തുക. എന്നാൽ പതിയെ ഏകദേശം 1950കൾക്ക് ശേഷം അവരുടെ ശ്രദ്ധ മാറി. യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും വികസ്വര രാജ്യങ്ങളിലേക്ക് അവരുടെ ഫോക്കസ് വന്നു. ദാരിദ്ര്യം കുറയ്ക്കുക എന്നതായി അവരുടെ പുതിയ വലിയ ദൗത്യം. അപ്പോ എന്താണ് ഈ ലോകബാങ്ക്? അതിന്റെ ഔദ്യോഗിക നാമം ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ IBRD എന്നാണ്. ആസ്ഥാനം അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിലാണ്. ഇന്ന് 189 രാജ്യങ്ങൾ ഇതിലംഗങ്ങളാണ്. ഇതിലേറ്റവും രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ ഇതിന്റെ ഒരു സ്ഥാപക അംഗമാണ്. അതായത് 1944-ൽ ഇത് രൂപീകരിക്കുമ്പോൾ തന്നെ ഇന്ത്യ അതിന്റെ ഭാഗമായിരുന്നു. ഇനി നമുക്ക് ലോകബാങ്കിന്റെ ഘടനയിലേക്ക് വരാം. ഇതിനെ വെറുമൊരു ബാങ്കായിട്ട് മാത്രം കാണരുത്, മറിച്ച് ഒരു വലിയ ടൂൾ ബോക്സ് ആയിട്ട് സങ്കല്പിച്ചു നോക്കൂ. അതെ, ഒരു ടൂൾ ബോക്സ്. ആ ടൂൾ ബോക്സിലെ ഓരോ ഉപകരണത്തിനും ഓരോ പ്രത്യേക ജോലിയുണ്ട്. ഓരോ പ്രശ്നവും പരിഹരിക്കാൻ ഓരോ തരം ടൂളുകൾ. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം. ലോകബാങ്ക് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഒരൊറ്റ സ്ഥാപനമല്ല, മറിച്ച് 5 സ്ഥാപനങ്ങൾ ചേർന്ന് ഒരു ഗ്രൂപ്പാണ്. ഓരോന്നിനും ഓരോ റോളാണ്. IBRD അത് കുറച്ചുകൂടി സാമ്പത്തികമായി മെച്ചപ്പെട്ട രാജ്യങ്ങൾക്ക് വായ്പ നൽകും. എന്നാൽ IDA അങ്ങനെയല്ല. അതേറ്റവും പാവപ്പെട്ട രാജ്യങ്ങൾക്ക് പലിശയില്ലാത്ത ലോണും സാമ്പത്തിക സഹായമൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ IFC അത് രാജ്യങ്ങളിലെ സ്വകാര്യ കമ്പനികളെ വളരാൻ സഹായിക്കുന്നു. മിഗ ആകട്ടെ വിദേശ നിക്ഷേപകർക്ക് ഒരു ഇൻഷുറൻസ് പോലെയാണ്. അവരുടെ നിക്ഷേപം സുരക്ഷിതമാക്കാൻ സഹായിക്കുന്നു. അവസാനമായി ICSID. ഇത് രാജ്യങ്ങളും കമ്പനികളും തമ്മിലുള്ള സാമ്പത്തിക തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഒരു വേദിയാണ്. ഈ 5ഉം ചേരുമ്പോഴാണ് ലോകബാങ്ക് ഗ്രൂപ്പ് പൂർണ്ണമാകുന്നത്. ശരി, അപ്പോ ഈ സ്ഥാപനങ്ങൾക്കെല്ലാം കൂടെ ഒരു പൊതുവായ ലക്ഷ്യമുണ്ട്: വികസനം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കോടിക്കണക്കിന് ഡോളർ കൊണ്ട് അവരെന്താണ് ചെയ്യുന്നത്? അതിന്റെ ഫലം എവിടെയാണ് കാണാൻ കഴിയുന്നത്? പ്രധാനമായും 3 കാര്യങ്ങളാണ് ബാങ്ക് ചെയ്യുന്നത്. ഒന്നാമത്തേത് വളരെ വ്യക്തമാണ്: പണം നൽകുക. രാജ്യങ്ങളിലെ റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങിയ വലിയ പ്രോജക്റ്റുകൾക്ക് വേണ്ട പണം കൊടുക്കുന്നു. രണ്ടാമത്തേത്, വെറുതെ പണം കൊടുത്താൽ മതിയോ? പോരാ, സർക്കാരുകൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ വിദഗ്ധോപദേശം നൽകുന്നു. മൂന്നാമതായി, പ്രകൃതി ദുരന്തങ്ങളോ സാമ്പത്തിക പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടാകുമ്പോൾ സഹായവുമായി ഓടിയെത്തുന്നു. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? പക്ഷേ ശരിക്കും ഗ്രൗണ്ടിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ സ്വന്തം രാജ്യത്തിന്റെ, ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കാം. ഇന്ത്യയുടെ വളർച്ചയുടെ പല നിർണായക ഘട്ടങ്ങളിലും ലോകബാങ്കിന്റെ സഹായം നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ രാജ്യത്തെ ഭക്ഷ്യക്ഷാമത്തിൽ നിന്ന് കരകയറ്റിയ ഹരിതവിപ്ലവത്തിന് പിന്നിൽ ലോകബാങ്കിന്റെ പിന്തുണയുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന വിശാലമായ ദേശീയപാതകൾക്ക് പണം മുടക്കുന്നതിൽ അവരൊരു പ്രധാന പങ്ക് വഹിച്ചു. ഗ്രാമങ്ങളിലേക്ക് വൈദ്യുതി എത്തിക്കാനും സ്വച്ഛ് ഭാരത് പോലുള്ള വലിയ സാമൂഹിക മുന്നേറ്റങ്ങൾക്കും, എന്തിന് നമ്മൾ അടുത്തിടെ നേരിട്ട കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാനും ലോകബാങ്ക് ഇന്ത്യക്ക് താങ്ങായി നിന്നിട്ടുണ്ട്. ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ പറയുമ്പോഴും എല്ലാ നാണയത്തിനും ഒരു മറുവശമുണ്ടാകുമല്ലോ. ലോകബാങ്കിനും ഉണ്ടങ്ങനെയൊന്ന്: അധികാരത്തെയും കടത്തെയും വിവാദങ്ങളെയും കുറിച്ചുള്ള ഒരുപാട് കടുത്ത വിമർശനങ്ങൾ. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നത്. ഒരു വശത്ത് ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന മഹത്തായ ലക്ഷ്യം, എന്നാൽ മറുവശത്ത് ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ലോകബാങ്കിനെ നിയന്ത്രിക്കുന്നത് അമേരിക്കയെപ്പോലുള്ള ശക്തരായ പാശ്ചാത്യ രാജ്യങ്ങളാണെന്ന ഒരു ആരോപണമുണ്ട്. അവർ നൽകുന്ന വായ്പകൾ പലപ്പോഴും പാവപ്പെട്ട രാജ്യങ്ങളെ ഒരു കടക്കിണിയിൽ കൊടുക്കുന്നു എന്ന വിമർശനമുണ്ട്. ചിലപ്പോൾ വായ്പ നൽകുന്നതിന്റെ ഭാഗമായി അവർ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ രാജ്യങ്ങളുടെ പരമാധികാരത്തെ തന്നെ ചോദ്യം ചെയ്യാറുണ്ട്.
മാത്രമല്ല അവർ പണം മുടക്കിയ പല പദ്ധതികളും വലിയ പാരിസ്ഥിതിക നാശത്തിന് കാരണമായിട്ടുണ്ടെന്നും പരാതികളുണ്ട്. ഇന്ത്യയുടെ കാര്യത്തിലും ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. വായ്പ കിട്ടണമെങ്കിൽ ചില സാമ്പത്തിക നയങ്ങൾ മാറ്റണമെന്ന് ബാങ്ക് സമ്മർദ്ദം ചെലുത്താറുണ്ടെന്ന് പറയപ്പെടുന്നു. ഉദാഹരണത്തിന് 1991 ഇന്ത്യയിൽ നടന്ന സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെ പിന്നിൽ ലോകബാങ്കിന്റെയും IMFന്റെയും വലിയ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് പല സാമ്പത്തിക വിദഗ്ധരും വിശ്വസിക്കുന്നു. അതുകൂടാതെ നർമ്മദയിലെ സർദർ സരോവർ പോലുള്ള വലിയ അണക്കെട്ടുകൾക്ക് ലോകബാങ്ക് സഹായം നൽകിയത് വലിയ പാരിസ്ഥിതിക, സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി ഒരുപാട് പേർക്ക് കുടിയൊഴിയേണ്ടി വന്നു. അപ്പോ ഇത്രയധികം ചരിത്രവും നല്ലതും ചീത്തയുമായ അനുഭവങ്ങളുമുള്ള ഈ സ്ഥാപനത്തിന്റെ ഭാവി എന്താണ്? ഇന്നത്തെ ഈ പുതിയ ലോകത്ത് ഇതിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഇന്ന് ഇന്ത്യയും ലോകബാങ്കും തമ്മിലുള്ള ബന്ധം ഒരുപാട് മാറിയിരിക്കുന്നു. ഇന്ത്യ ഇപ്പോൾ സഹായം വാങ്ങുന്ന ഒരു രാജ്യം മാത്രമല്ല, IDA വഴി മറ്റ് പാവപ്പെട്ട രാജ്യങ്ങളെ സഹായിക്കാൻ പണം നൽകുന്ന ഒരു ദാതാവ് കൂടിയായി മാറിയിരിക്കുന്നു. ഇത് ശരിക്കും ഇന്ത്യയുടെ വളർച്ചയുടെ ഒരു വലിയ സൂചനയാണ്. ഈ ഒരു മാറ്റം, അതായത് ഒരേ സമയം വായ്പ വാങ്ങുകയും മറ്റു രാജ്യങ്ങൾക്ക് സംഭാവന നൽകുകയും ചെയ്യുന്ന ഈ പുതിയ റോൾ, ഒരു ആഗോള സാമ്പത്തിക ശക്തി എന്ന നിലയിലുള്ള ഇന്ത്യയുടെ ഉയർച്ചയാണ് കാണിക്കുന്നത്. ലോകവേദിയിൽ ഇന്ത്യയുടെ സ്വാധീനം എത്രത്തോളം വർദ്ധിച്ചു എന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. എന്നാൽ നമ്മൾ അവസാനിപ്പിക്കുന്നത് ഒരു വലിയ ചോദ്യത്തോടെയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചാരത്തിൽ നിന്ന് രൂപം കൊണ്ട ഒരു 20ാം നൂറ്റാണ്ടിലെ സ്ഥാപനത്തിന് കാലാവസ്ഥാ വ്യതിയാനം, ഡിജിറ്റൽ വേർതിരിവ് തുടങ്ങിയ ഇന്നത്തെ ഈ 21ാം നൂറ്റാണ്ടിലെ പുതിയ വെല്ലുവിളികളെ നേരിടാൻ ശരിക്കും കഴിയുമോ? ഇതിന്റെ ഉത്തരം കാലം തന്നെ നമുക്ക് പറഞ്ഞുതരും. വീണ്ടും കാണുന്നതുവരെ ചിന്തിക്കുക.